ഒരു 1.5 വർഷം മുമ്പ് ഞാൻ നേർന്നൊരു നേർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ വണ്ടി കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നാഗപട്ടണത്തുള്ള വേളാങ്കണ്ണി പള്ളിയിലോട്ടാണ്. അപ്പോൾ നേർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ തല അവിടെ കൊണ്ടുപോയി മുട്ടയടിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഞാൻ നേർന്നതാണ്. അപ്പോൾ ആ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് അന്ന് തന്നെയാണ് നമ്മൾ മുട്ടയടിക്കുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ആൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ നമ്മളോട് സഹകരിച്ചൊക്കെ ഇരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് വാശിയായി തുടങ്ങി. ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേനും ആളാകെ വാശി പിടിച്ച് ബഹളമൊക്കെ വെച്ച് തുടങ്ങി. എന്നാലും വലിയ മുറിവുകളൊന്നും ഇല്ലാതെ തന്നെ വേഗം ഒരു 5 മിനിറ്റിനകത്ത് തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആൾ അപ്പയുടെ മടിയിൽ നല്ല സുഖമായിട്ട് ഇരിപ്പുണ്ട്. ചെറിയ വാശിയും കരച്ചിലൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുട്ടക്കുട്ടിയായിട്ടാണ് വന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മുഖമാണ് ആളുടെ. പെട്ടെന്ന് മുഖം മാറിപ്പോയപ്പോൾ വേറൊരു ഫേസ് കട്ട് വേറൊരു ആളുടെ പോലെയായി. അപ്പോൾ അത് കഴിഞ്ഞ് തലയിൽ ചന്ദനമൊക്കെ പുരട്ടി ഒരു ചെറിയ തണുപ്പിന് വേണ്ടിയിട്ട് ചന്ദനമൊക്കെ പുരട്ടി ആളൊന്ന് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്. വലിയ വാശിയൊന്നും ഇല്ലായിരുന്നു. അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് പള്ളിയിലോട്ട് പോയതാണ്. അപ്പോൾ ഒത്തിരി സ്ഥലമുള്ളപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾ അവിടെയൊക്കെ കുറേ നേരം ഞങ്ങളുടെ കൈ പിടിച്ച് അതുവഴിയൊക്കെ നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ സാറ്റർഡേ ആണ് പോയത്. അപ്പോൾ അവിടെ മാതാവിൻ്റെ പ്രദക്ഷിണം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രദക്ഷിണത്തിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു, ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രദക്ഷിണത്തിലൊക്കെ പങ്കെടുത്തും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനൊരു 3-4 വർഷം മുമ്പാണ് അവസാനമായിട്ട് പോയത്. ആ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു നേർച്ചയുണ്ട് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുന്നത് പവർഫുള്ളായിട്ടുള്ളൊരു നേർച്ചയാണ്, മുട്ടിലെഴിയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പവർഫുള്ളാണ്. കാരണം എനിക്ക് നല്ല ഒരു വിശ്വാസം തോന്നിയിട്ടുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് അപ്പനും മോളും തമ്മിലുള്ള കസർത്താണിത്. അവിടെ നിന്ന് മുട്ടിലഴിഞ്ഞപ്പോൾ ഹരിയാണ് മുട്ടിലഴിഞ്ഞത്. ഞാൻ ഇപ്രാവശ്യം അഴിഞ്ഞില്ല. ഇപ്പോൾ മുട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ആളുടെ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആൾക്കുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് എത്തിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു വിഷ്വലാണ്